ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ബോംബെ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ മുമ്പത്തെ വീഡിയോയിലെ പോലെ തന്നെ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതൊരു മട്ടൻ ദം ബിരിയാണിയാണ്. നമ്മുടെ നോർമൽ ദം ബിരിയാണിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ തന്നെയാണ് ഈ ഒരു ബിരിയാണിക്ക്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് 800 ഗ്രാം മട്ടനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞങ്ങളിത് 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു തുടം വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 11 വിസിൽ വരെ വേവിച്ചെടുക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു കടായിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 2 പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, കുറച്ച് കുരുമുളക്, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി തുടങ്ങുന്ന ടൈമിൽ ഇതിലേക്കൊരു 3 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് മസാല തയ്യാറാക്കുമ്പോൾ സവാളയൊക്കെ നന്നായിട്ട് തന്നെ വാടണം. അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 3 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിയും ഇതുപോലെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിൻ്റെ റൈസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിനായിട്ടുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് ചൂടായിട്ട് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഒരു 2 പട്ട, 2 ബേ ലീഫ്, കുറച്ച് കുരുമുളക്, 4 ഗ്രാമ്പു, 5 ഏലക്ക, പിന്നെ കുറച്ച് നല്ല ജീരകം ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ വെള്ളം തിളയ്ക്കുന്നത് വരെയും നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കഴുകി വച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ബസ്മതി അരിയാണ് യൂസ് ചെയ്യുന്നത്. 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയെടുത്തതിന് ശേഷമാണ് അരി നമ്മളിതിലേക്ക് ഇടുന്നത്. ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു 80% വേവാവുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബോംബെ ബിരിയാണി മസാലയാണ്. അപ്പോൾ ഇത് നമുക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൽ 2 പാക്കാണുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അതിലൊരു പാക്കാണ് ഒരു ബിരിയാണിക്ക് യൂസ് ചെയ്യുന്നത്. ഈ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മസാല നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഗരം മസാല വെച്ചിട്ടും ഇതുപോലെ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് വെച്ച് തയ്യാറാക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കാനായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഈ മസാല കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരാനായിട്ട് നമുക്കിതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ചെറു ചൂടുവെള്ളമാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മസാലയുടെ ഫ്ലേവറൊക്കെ മട്ടനിലേക്ക് നന്നായിട്ട് തന്നെ പിടിച്ച് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു മസാല നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് 80% വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു റൈസ് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി ദമ്മിടാം. അപ്പോൾ ഞാനിതിനായിട്ടിവിടെ ഒരു റൈസ് പോട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബിരിയാണി നമ്മൾ 2 ലെയറായിട്ടാണ് ദമ്മിടുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ലെയറിലാണ് കൂടുതൽ മസാലകൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഫ്ലേവേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ പിടിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരി ഡ്രെയിൻ ചെയ്തെടുക്കുമ്പോൾ ഒരു അരിപ്പ പാത്രത്തിൽ ഡ്രെയിൻ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചേർത്ത മസാലകളൊക്കെ ആ ഒരു വെള്ളത്തിലൂടെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ദമ്മിൻ്റെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആവാനായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പുതിനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സ്ലൈസ് ചെയ്ത് ലൈം വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലൈമിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങൾ നോർമൽ ലൈമാണ് എടുക്കുന്നതെങ്കിൽ 2 ലൈം സ്ലൈസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ സെക്കൻഡ് ലെയർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ലെയറിൽ ബാക്കിയുള്ള മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ പോലെ തന്നെ സെക്കൻഡ് ലെയറും പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയറും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ദമ്മിടുന്നതിന് മുമ്പായിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് 80% മാത്രമാണ് വേവിച്ചെടുത്തത്. ബാക്കി 20% ദമ്മിടുന്ന ടൈമിലാണ് വെന്ത് കിട്ടുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 20 മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിൽ ദമ്മിട്ടെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ 20 മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ദമ്മ് പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ തന്നെയാണ്. ഇനി ഈ മസാലയൊക്കെ റൈസിലേക്ക് നന്നായിട്ട് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ അരിയൊന്നും പൊടിഞ്ഞു പോവാതെ തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ മസാലയൊക്കെ ഈ ഒരു റൈസിലേക്ക് പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ബിരിയാണിയാണിത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും വീഡിയോ റിക്വസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലൊരു വെറൈറ്റി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.